പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നെഞ്ചിലെ സമയ ഘടികാരവുമായി പ്രത്യക്ഷപ്പെട്ട ലോകത്ത് ഒരേ ഒരു അൾത്താരയാണ്. അവിടെയാണ് ഈ ആരാധന, ദിവ്യകാരുണ്യ ആരാധന ഇപ്പോഴും നടക്കുന്നത്. ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം. അപ്പം നിങ്ങൾക്ക് ഈശോയാണെന്ന് ആരാണെന്നറിയാൻ പറ്റും, അമ്മ ആരാണെന്നറിയാൻ പറ്റും. ഈശോ ആരാണെന്നറിയാനും അമ്മ ആരാണെന്നറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ മാത്രമേ നമുക്ക് ദൈവം നൽകുന്നുള്ളൂ. നമ്മളാരെയും സൃഷ്ടിക്കുന്നില്ല, നമ്മളെ ആരെയും ദൈവം തകർക്കണില്ല. നമ്മളിലൂടെയാണ് എല്ലാ മനുഷ്യരും ആശ്വാസവും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് എന്നുള്ള ബോധ്യം ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം. അച്ഛൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈശോ ആരാണെന്നറിയാൻ, അമ്മ ആരാണെന്നറിയാനുള്ള അവസരം മാത്രമാണ് പല രോഗങ്ങളായിട്ടും സങ്കടങ്ങളായിട്ടും ഞെരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സന്ദർശിച്ചു വരുന്നത്. അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാ കാലത്തും സഭയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കതറിയാം. ഇപ്പോൾ കൃപാസനത്തെ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ അതിശക്തമായ അമ്മ നൽകിയ സന്ദേശം ആ സെക്കൻഡിൽ ഞാൻ ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ജനങ്ങളോടും പറഞ്ഞതാണ്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. രണ്ടാമത്തെ വാക്കെന്താണ്? പ്രാർത്ഥിക്കണം. എന്ത് ദുരന്തമുണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന മാർഗവും വെളിപാടും എന്താണ്? പ്രാർത്ഥനയാണ്. സഭ വേറെ എന്തെല്ലാം ചെയ്തിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കുന്നില്ലെങ്കിലും, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ സംവിധാനം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന്. കാരണം ഭൂമിയിൽ മനുഷ്യരാശിക്ക് വേണ്ടിയും പ്രകൃതിക്കുമെല്ലാം പ്രപഞ്ചത്തിനു വേണ്ടിയെല്ലാം ദൈവികമായ കൃപയും കരുണയും ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം, സഭയാകുന്ന തിരുസഭയാകുന്ന സംവിധാനം ദൈവം സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. വേറെ പല ലക്ഷ്യവും വരണത് ആഗന്തുകങ്ങളായ ലക്ഷ്യങ്ങളാകാം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള ഒരു സമൂഹം. ആ സമൂഹത്തെ കർത്താവ് ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത് ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ആദിമസഭയുടെ ചരിത്രം നോക്കുമ്പോഴും കഴിഞ്ഞ ആഴ്ച രചന പറഞ്ഞതാണ്, സഭയുടെ ദുരന്തം എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനെ കയ്യാമം വെച്ച് ജയിലിലടക്കുന്നതാണ് സഭ അഭിമുഖീകരിച്ച ആദ്യത്തെ ദുരന്തം. അന്ന് സഭ എന്താണ് ചെയ്തത്? സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കൊണ്ട് പത്രോസിൻ്റെ കയ്യിലെയും കാലിലെയും കയ്യാമങ്ങൾ അഴിച്ചു കളയാൻ വേണ്ടി ആരെയും സഭ അഭിസംബോധന ചെയ്തിട്ടില്ല. കാര്യം അന്ന് പരിശുദ്ധാത്മാവിന് നിറവിൽ സഭയ്ക്കറിയാം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ സാമൂഹ്യ സമ്മർദ്ദങ്ങളോ അപ്പുറത്തേക്ക് പ്രാർത്ഥനയാണ് ശക്തിയെന്ന്. ജീവിക്കുന്ന ദൈവം നമ്മളിവിടെ വസിക്കുമ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? അതുകൊണ്ടാണ് ആ സഭ കഥ കടച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നടപടി 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്? സഭ കഥ കടച്ചിട്ട്
അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പം സഭ കഥ കടച്ചിട്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതാണ് പ്രശ്നം. ഇപ്പോഴും സഭ ഈ ദുരന്തകാലത്ത് കഥ കടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക്ഡൗൺ. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് അവരവർ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. കാര്യം ഇത് കഥ കടക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥനയുടെ സമയമാണെന്ന്. ബൈബിളിൽ രണ്ടർത്ഥമില്ല കഥ കടക്കണതിനെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകൾ അടച്ചിട്ട് നിങ്ങളുടെ സുഖസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാനാണ് ഈശോ പറഞ്ഞത്. ഇപ്പം കഥ കടക്കപ്പെടുമ്പോൾ അത് ജീവിതത്തിൻ്റെ കഥകളാകാം അടക്കപ്പെടുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഇനി വൈദ്യശാസ്ത്രത്തിന് വേറെ ഒരു മാർഗമില്ല. അപ്പം കഥ കടച്ചു, വൈദ്യശാസ്ത്രം കഥ കടച്ചു. ബാങ്ക് മാനേജർ പറയണേ ഞങ്ങളെ എത്രയോ പ്രാവശ്യം ഇൻറ്റിമേഷൻ തന്നു, നിങ്ങൾക്ക് ഇതുവരെയും പൈസ അടച്ചിട്ടില്ല, ഇനി ഇത് ജപ്തി നടപടിയിലൊരു ലേലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാങ്ക് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ കഥകൾ അടച്ചു. നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് മെറിറ്റില്ല, മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെ കഥകൾ അടച്ചു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ കഥകൾ ഇങ്ങനെ അടക്കുമ്പോൾ, ഇതൊക്കെ കർത്താവിന് പണ്ടേ അറിയാമായിരുന്നു. കഥകൾ മനുഷ്യൻ്റെ അടക്കണ എല്ലാ സമയവും നമുക്ക് നിരാശപ്പെടാനോ, ചില മനുഷ്യർ കഥകൾ അടച്ചിടുമ്പോൾ പേടിയാണ്. എന്താണ്? പുറത്തുനിന്ന് കൊട്ടി വിളിക്കും, പിന്നെ ചവിട്ടി പൊളിക്കും. അത് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നത് കാണാം. ഇപ്പം ലോകത്തിന് അതേ പറ്റത്തുള്ളൂ, കഥ കടക്കി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. വിശ്വാസിയും ലോകവും തമ്മിൽ വ്യത്യാസം ഇതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസി കഥ കടക്കും, പക്ഷെ അവനകത്തിരുന്ന് പ്രാർത്ഥിക്കും. അവിശ്വാസി ആത്മഹത്യ ചെയ്യും. ഇതേ കാലങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ വിശ്വാസം അറിയേണ്ട വിഷയമാണ്. കഥകൾ അടക്കപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നേ, കഴിഞ്ഞ ഒരു എപ്പിഫനി തിരുനാളിനെ, ബെനഹ തിരുനാളിൽ, അതായത് ഈ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന തിരുനാൾ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലൊക്കെ, ആദിമസഭയിലൊക്കെ ക്രിസ്മസിനേക്കാൾ പ്രാധാന്യമായിട്ട് ആഘോഷിച്ചിരുന്നതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ എപ്പിഫനി വലിയ തിരുനാളാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ എപ്പിഫനി തിരുനാളിൽ ഏതാണ്ട് -10 ഡിഗ്രി തണുപ്പുള്ള ഒരു മഞ്ഞ് വെള്ളത്തിൽ ടാങ്കിൽ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനസ്നാന വ്രതത്തെ നവീകരിക്കണ മനോഹരമായ ഒരു ചിത്രം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണ്. അതാണ് റഷ്യൻ പ്രധാനമന്ത്രി ബോറിസ് പുടിൻ. അദ്ദേഹത്തിന് ജ്ഞാനസ്ഥാനത്തെ നവീകരിക്കുന്ന ഭാഗമാണ്. ഞാൻ ഈ ഭാഗം കാണുമ്പോഴൊക്കെ ഓർക്കണതേ, എത്ര പെട്ടെന്നാണ് ലോകം ചേഞ്ച് ചെയ്തതെന്നാണ് ഓർക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൻ്റെ ഈശോയെ നരാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് സഭ പ്രാർത്ഥിച്ചത് എന്നു മുതലാണ്? ഈ ഫാത്തിമ പ്രെയർ 1917 മുതൽ പ്രാർത്ഥിച്ചതാണ്. മാതാവ് ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് പറഞ്ഞതാണ് റഷ്യയുടെ മനഃശാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഇല്ലേ? അതാണ് അതിൻ്റെ ഫലമാണിപ്പോൾ കണ്ടത്. നമ്മൾ റഷ്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്ഥാന വ്രതം നവീകരിക്കുന്ന കാഴ്ച. ഇപ്പം സഭയോട് അമ്മ എന്താണ് പറഞ്ഞത്? അമ്മയുടെ പോലെ പ്രത്യക്ഷപ്പെടലും ഓർക്കുമ്പോൾ അതെല്ലാം ഒരു ലോകത്തോടുള്ള ഒരു മെസ്സേജാണ്. 4,200,000 വൈദികരാണ് റഷ്യയിൽ വധിക്കപ്പെട്ടത്.
ഈ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കാലത്ത് 7 ലക്ഷം സന്യാസിനികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ കോടിക്കണക്കിന് വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നൊക്കെ ഈ ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ സഭ ഇതിന് എത്രയോ ചെങ്കടൽ നീന്തി കയറിയതാണെന്ന് നിങ്ങൾ അറിയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ ലോകത്തിനോട് ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? റഷ്യയുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഒരു ത്യാഹിതം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ അതിന് പ്രാഥമികമായ ഒരർത്ഥമേ ഉള്ളൂ. യേശു ആരാണെന്നറിയണം, അമ്മ ആരാണെന്നറിയണം, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണെന്നറിയണം. അന്ന് മുതൽ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പിറ്റ. ഇന്ന് ഏറ്റവും കൂടുതൽ സഭ, ഈ കഥകടക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ സഭ തീക്ഷ്ണമായി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരവസരമാണ്. ഈ ദൈവം തന്ന അവസരത്തെ എന്തുമാത്രം ദേവാലയങ്ങളും അവിടെ വസിക്കുന്നവരും അതിൻ്റെ സൂക്ഷിപ്പുകാരും അധികാരികളും സഭയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാലത്തിന് വേണ്ടി കണക്ക് പറയേണ്ടി വരും. കാര്യം സഭയും ദൈവവും ഒറ്റ കാര്യമാണ് ചെയ്തത്. അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആദിമസഭ ഈശോയുടെ നിർദ്ദേശപ്രകാരം ഏതെല്ലാം അത്യാഹിതം വന്നാലും പ്രാർത്ഥനയാണ് അടിസ്ഥാനപരമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചത് ദിവ്യഗുരു തന്നെയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ കർത്താവേ. ഏത് അത്യാഹിത കാലത്തിലും എല്ലാ കഥകളും അടക്കപ്പെടുമ്പോഴും ആഴമായി ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭയെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ. മർക്കോസിന്റെ സുവിശേഷത്തിലെ 14:39 അധ്യായത്തിൽ വാക്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 14 അധ്യായം 39 വാക്യം. അത്യാഹിത ഘട്ടങ്ങളിലെ എന്താണ് സഭ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചത് ആരാ? സഭയ്ക്ക് വേണ്ടി രക്തം വിയർത്ത് മുട്ടുകുത്തിയ ഈശോ തന്നെയല്ലേ? ഈശോ മുട്ടുകുത്തുമ്പോൾ, ഗാഗുൽത്തായിൽ ഗെത്സെമനി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താ ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്കും ശുശ്രൂഷ സംവിധാനങ്ങൾക്കും ശുശ്രൂഷകർക്കും എല്ലാം വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. അപ്പോൾ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചോര വിയർത്താലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഗെത്സെമനി നൽകുന്ന പാഠം. ചോര വിയർത്താലും, പട്ടിണി കിടന്നാലും, സാമ്പത്തിക തകർച്ച വന്നാലും, രോഗം വന്നാലും നീ മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
പ്രാർത്ഥനയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് എൻ്റെ അർത്ഥം. ഈ 14-19 എന്താ പറയണമെന്ന് അറിയാവോ? ഞാൻ എന്താ ഇപ്പം ഈശോയുടെ ഗെത്സേമൻ പ്രാർത്ഥനകൾ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. പക്ഷേ വൈ ഐ സെലക്ട് സെൻറ്റ് മാർക്ക്? ഞാനിത് പറയാൻ എന്താണ് സെൻറ്റ് മാർക്കിനെ സെലക്ട് ചെയ്തത്? മർക്കോസിൻ്റെ സുവിശേഷം എടുത്തത് എന്താ? അതിലെഴുതിയിരിക്കുന്നത് അവൻ വീണ്ടും പോയി മുട്ടുകുത്തി 14:39 മർക്കോസിൻ്റെ സുവിശേഷം. അവൻ വീണ്ടും പോയി മുട്ടുകുത്തി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല രസം. വീണ്ടും കാരണം ഒരു സെയിം അവൻ ഇവര് അപ്പോസ്തലന്മാർ ഉറങ്ങണത് കണ്ടല്ലോ. അപ്പോഴവൻ പറഞ്ഞു നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അതിന് ഗ്രോത്ത് ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ അവർ ഉറങ്ങി പ്രാർത്ഥിച്ചില്ല, അവർ വീണ്ടും ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ ഉറങ്ങിയത് കൊണ്ട് ഈശോയുടെ നടപടിക്രമങ്ങളിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞെന്നുള്ള ധാരണ ഒന്നും ഈശോയ്ക്കില്ല. നമുക്കാണെങ്കിൽ കുഴപ്പം. ഈശോ ആദ്യം പറഞ്ഞപ്പോഴേ ആ പ്രാർത്ഥനയുടെ രീതികൾ വന്ന് എന്തോ ഒരു ചെറിയ കുഴപ്പം കൊണ്ടാണ് ആ പ്രാർത്ഥന ഏക്കാഞ്ഞത്, അതുകൊണ്ടാണ് അവർ വീണ്ടും ഉറങ്ങിയതെന്നുള്ള ധാരണ അല്ല ഈശോക്കുള്ളത്. ഈശോക്ക് അതിൻ്റെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? പ്രാർത്ഥനയിലുള്ള വിശ്വാസം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയണത്. അവൻ വീണ്ടും ചെന്നിട്ട് അതേ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടില്ലെങ്കിലും അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും കർത്താവിന് പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുന്നില്ല. അതാണ് അതേ വചനമെന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാവോ? ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലർ ധ്യാനകേന്ദ്രം മാറ്റി പിടിക്കും, ചിലർ ദൈവത്തെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സാത്താനെങ്കിൽ സാത്താൻ, കണിയാനെങ്കിൽ കണിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവർ മരകണ്ഠം ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരീരരക്ഷ ഉറപ്പ് വരുത്തുന്ന വലിയ മണ്ടത്തരങ്ങൾ കാണിക്കും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടതാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന അത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് പിന്നെ അപ്ഗ്രേഡേഷൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥനയില് കർത്താവേ എനിക്ക് തന്നെ ഒരു വലിയ വിശ്വാസം നൽകി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, മഹത്വം തന്നെ വരില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈശോ ഈ 14:39 വചനം മർക്കോസ്, അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളത് അറിയണം. എന്താ 14:39 നമ്മൾ വായിച്ചത്? അവൻ വീണ്ടും പോയി, അവൻ ഉറങ്ങുന്നത് കണ്ടിട്ടും തൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്ന് കണ്ടിട്ടും, പക്ഷെ അവൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസക്കുറവില്ല. എന്താ? അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ അതേ വചനം പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ കാരണം? പ്രാർത്ഥനയുടെ മാറ്റർ, അതിൻ്റെ വിഷയം കൂട്ടുകയോ അതിൻ്റെ വരികൾ കൂട്ടുകയോ അക്ഷരം കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അവൻ വീണ്ടും അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച എന്താ? അവൻ്റെ പ്രാർത്ഥനയിൽ അത് ദൈവം കേൾക്കുമെന്ന് അവന് ആഴമായ വിശ്വാസമുണ്ട്. ദിസ് ഈസ് ദ സെൻസിറ്റീവ് പോയിന്റ്. പ്രാർത്ഥനയുടെ ഏറ്റവും സെൻസിറ്റീവ് പോയിൻ്റാണ്. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിൽ തന്നെ സമ്പൂർണ്ണമാണെന്നും അതിന് വേറെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നും ആൾട്രേഷൻ
വേണ്ട എന്നും നമുക്ക് തോന്നണം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴ് ലാസറിൻ്റെ കുഴിമാടത്തിങ്ങനെ ഈശോ നിൽക്കത്തില്ലേ? അപ്പോഴേ ലാസറിൻ്റെ കുഴിമാടത്തിങ്ങനെ ഈശോ നിൽക്കുമ്പോൾ ഈശോ എന്താണ് പറയണത്, പ്രഖ്യാപിക്കണത്? 11:42 യോഹന്നാൻ്റെ സുവിശേഷം 11:42 എന്താ ഈശോ പറയുന്നത്? ആ ശവക്കല്ലറയിലേ ഒരു മനുഷ്യൻ ചത്തു ചെഞ്ഞ് ജഡമായി പുഴുവായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നും ഈശോ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് പറയണത്? പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് 11:42 നടപടിപ്പ് യോഹന്നാൻ്റെ സുവിശേഷം 11:42. പിതാവേ, അങ്ങ് ഏറ്റു പറഞ്ഞ മക്കളെ, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ ഈ മനോഭാവം ഉണ്ടാകണം. എന്താണ്? അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ 14:39 അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറയണത്. എന്താ കാര്യം? ഈശോക്കറിയാം, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സഭയ്ക്ക് ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് അറിയാവോ? പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ജനജീവിതത്തെ സംലഭ്യമാക്കാനുള്ള ഉറപ്പാർന്നൊരു അടയാളമാണ് സഭ. അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയണത്. വേറെ എന്ത് സ്കൂൾ ഉണ്ടാക്കിയാലും കോളേജ് ഉണ്ടാക്കിയാലും ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാലും ഇതൊന്നും നമ്മുടെ പ്രൈമറി ദൗത്യത്തിൻ്റെ ഭാഗമേ അല്ല. ഒരു തകർച്ച വരുന്നൊരു സമയത്ത് പൗലോസ് അപ്പോസ്തലൻ കപ്പൽ മുങ്ങാൻ പോയപ്പോഴേ അവരോട് എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ആരും നഷ്ടപ്പെടുകയില്ല. കപ്പൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവിൻ്റെ ദൂതൻ ഇന്ന് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പൗലോസ് നീ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ കപ്പലിലുള്ള ആരുടെയും ശരീരത്തിൽ ദുർബുദ്ധി കൈവെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സഭ ഒരു കപ്പലാണ്. ഇതിൽ എല്ലാ ജാതി മതസ്ഥരും മനുഷ്യരും ഉണ്ട്, ഭീകരന്മാരുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു വിഷയം എന്താണ്? ഈ ഒരു അവസ്ഥയിൽ ഭീകരന്മാരുമായിട്ട് തന്നെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരിക്കണം മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കണം. നമുക്ക് നടുവ പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിലുണ്ടത്. മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കുന്നത് എന്താണ്? ഭീകരന്മാരുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭീകരന്മാർ, കള്ള നടത്തിയവർ, കൊല നടത്തിയവരുമായിട്ടാണ് ഈ കപ്പൽ റോമിലേക്ക് പോണത്. അപ്പോൾ കപ്പൽ മുങ്ങുവായെന്ന് പറയുമ്പോൾ ഭീകരന്മാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഉടനെ റോമൻ പട്ടാളക്കാർ ഭീകരന്മാരെ കൊല്ലാൻ പോകും. അപ്പോൾ പൗലോസാണ് പറയണത്, ഭീകരന്മാരെ കൊല്ലരുത്. നമ്മളിപ്പോൾ ഭീകരന്മാരെ കൊല്ലണമെന്നും പറഞ്ഞ് കൊലവിളി നടത്തുകയും അതുപോലെ തന്നെ വലിയ ആശങ്കകൾ സമൂഹത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞത്? ഭീകരന്മാരെ കൊല്ലരുത്, അവരെ രക്ഷപ്പെട്ടാൽ അവരെ കൊന്നാൽ നമ്മളും രക്ഷപ്പെടത്തില്ല എന്നാ. അതാണ് പൗലോസിൻ്റെ നിർദ്ദേശം. അതാണ് ആദ്യപുസ്തകയുടെ അനുഭവങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വകുപ്പും തന്നവനവരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിക്കണം. നാവികർ നടപടി പുസ്തകം 27:30 മാട്ടായിലേക്കുള്ള കപ്പൽ യാത്രയാണ്. അതിൽ ഭീകരരുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടി ശതാധിപൻ ആഗ്രഹിക്കുന്നുണ്ട്. നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിൻ്റെ അണിയത്തു നിന്ന് നങ്കൂരമിറക്കാനെന്ന വേചേന
തോണി കടലിലിറക്കി. 27:31 പൗലോസ് ശതാധിപനോടും ഭടന്മാരോടുമായി പറഞ്ഞു, ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ തോണിയുടെ കയർ ഛേദിച്ച് അത് കടലിലേക്ക് തള്ളി. പ്രിയമുള്ളവരെ, അതായത് ഇപ്പോഴും നമ്മൾ സ്വാഭാവികമായി ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ രാജ്യം സ്വീകരിക്കുക തന്നെ ചെയ്യും, അങ്ങനെ ചെയ്യുകയും ചെയ്യണം. പക്ഷെ സഭയുടെ റോൾ എന്താണ് ഇവിടെ? സഭയുടെ റോളെന്ന് പറയണത് ഭീകരന്മാരെ വെടിവെച്ച് കൊല്ലുകയല്ല നമ്മുടെ റോള്. നമ്മുടെ റോൾ അവരുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ രക്ഷ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള ദൗത്യവും അതിൻ്റെ മാർഗങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ആ കപ്പലിലുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യാശ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് കോവിഡ് ഉണ്ടായാലും ഏത് വെള്ളപ്പൊക്കം ഉണ്ടായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണെന്നാണ് ഊന്നി പറയാനാണ് ഞാൻ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്കതിൻ്റെ സിറ്റുവേഷൻസ് അറിയാൻ കഴിയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങൾ അപ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സഭയുടെ പ്രാഥമികമായ മാർഗം ജീവിക്കണം. ദൈവത്തിനോട് ഇത്തരം ബന്ധം അടുപ്പമുള്ള ഒരു സംവിധാനത്തിന് ഈ ആശങ്കകരമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ തിരുസരി കൈവർത്തിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാലത്തിനോട് ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപത്തിനെ അതിജീവിക്കാൻ ആവശ്യമായ പ്രാർത്ഥന അരുവിയാൽ സഭയെ നയിക്കാൻ വേണ്ടി, സഭയെ നിറക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവേ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ